أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് തൗഹീദ് അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു നടന്നിരുന്നത്. മക്ക വിജയ സമയത്ത് വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുന്നതിനായാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ചെയ്തത്. അങ്ങനെ മക്കയ്ക്ക് ചുറ്റുമുള്ള മുശ്രിക്കുകളുടെ മനാത്ത്, ഉസ്സ, സുവ തുടങ്ങിയ വലിയ വിഗ്രഹങ്ങളെല്ലാം തകർക്കപ്പെടുന്നത് നാം കണ്ടു. ഈ വിഷയത്തിൽ ത്വായിഫുകാരുടെ വിഗ്രഹമായ ലാത്തയെക്കുറിച്ച് ഒരു നിവേദനം ഇപ്രകാരമുണ്ട്. തായിഫുകാർ തങ്ങളുടെ റിബ്ബ അഥവാ ദേവത എന്ന് വിളിച്ചിരുന്ന ലാത്ത എന്ന വിഗ്രഹത്തെ 3 വർഷത്തേക്ക് തകർക്കരുത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അപേക്ഷിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിനെ കുറിച്ചുള്ള ആത്മാഭിമാനം ഇത്തരമൊരു വിട്ടുവീഴ്ച സ്വീകരിച്ചില്ല. എങ്കിൽ 1 വർഷത്തേക്കെങ്കിലും അത് തകർക്കരുത് എന്ന് ത്വായിഫുകാർ വീണ്ടും അപേക്ഷിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും അത് നിരസിച്ചു. എങ്കിൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനും വിഡ്ഢികളായ ആളുകളും സ്ത്രീകളും ഇത് തകർക്കുന്ന കാരണം പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും 1 മാസത്തേക്ക് അത് തകർക്കാതിരിക്കാൻ അനുവാദം നൽകണമെന്ന് അവർ പറഞ്ഞു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും അനുമതി നൽകിയില്ല. ഹസ്രത്ത് അബൂ സുഫിയാനെയും ഹസ്രത്ത് മുഗീറത്ത് ബിൻ ഷാബിയെയും അയച്ച് ആ വിഗ്രഹം തകർപ്പിച്ചു. ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിതമായിരിക്കെ യാതൊരു സാഹചര്യത്തിലും ഈ വിഗ്രഹങ്ങൾ നിലനിർത്തുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിനെക്കുറിച്ചുള്ള ആത്മാഭിമാനം അനുവദിച്ചില്ല. അബുൽ ഹയ്യാജ് അസദി തൻ്റെ നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് അലി ബിൻ അബി ത്വാലിബ് എന്നോട് ചോദിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ആ ദൗത്യത്തിനായി ഞാൻ നിങ്ങളെ നിയോഗിക്കട്ടെ. അതായത് ഒരു വിഗ്രഹത്തെയും നീക്കം ചെയ്യാതെ വിടരുത്, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും നിരപ്പാക്കാതെ വിടരുത്. എന്തുകൊണ്ട്? കാരണം ഇവ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇസ്ലാമിക ഭരണത്തിൽ ഇതൊരു തരത്തിലും സഹിക്കാനാവില്ല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഖബറുകളെ ആരാധിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ഈ ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ട മഹത്തുക്കളോട് അവർ ചോദിക്കുകയും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം അതിരുകവിയുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിക്കുന്നതിനായി മക്കയിലെ മുശ്രിക്കുകളെ പോലെയുള്ള ശക്തമായ ഒരു ജനതയെ നേരിടുകയും ഒടുവിൽ കാബാലയത്തെ 360 വിഗ്രഹങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കുകയും ചെയ്തു എന്നതിൽ
യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇസ്ലാം സ്വീകരിച്ചവരുടെ ഹൃദയങ്ങളിൽ തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ അനുഗ്രഹീത ജിഹാദ് അഥവാ ധർമ്മസമരം നടത്തുകയും തൻ്റെ പരിശുദ്ധമായ ആത്മീയ ശക്തിയാൽ ഏകദൈവ വിശ്വാസത്തെ സ്നേഹിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയും ചെയ്തു. ശിർക്കിൻ്റെ അംശം പോലും ആരുടെയും ചിന്തയിൽ ഉണ്ടാകാത്ത വിധം അത്ര ലളിതവും ഉത്തമവുമായ രീതിയിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ പരിശീലിപ്പിച്ചത്. ഇതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുകഴ്ത്തുന്നതിൽ അതിരുകവിയുന്നതിനെ തൊട്ട് അനുചരന്മാരെ വിലക്കുകയും ചെയ്തു. ഹസ്രത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് ഉമർ മിമ്പറിൽ വെച്ച് ഇപ്രകാരം പ്രസ്താവിക്കുന്നത് അദ്ദേഹം കേട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: നസ്രാണികൾ മറിയമിൻ്റെ മകനെ പുകഴ്ത്തുന്നതിൽ അതിര് കടന്നതുപോലെ എന്നെ പുകഴ്ത്തുന്ന കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസൻ മാത്രമാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ദാസനെന്നും അവൻ്റെ റസൂലെന്നും നിങ്ങൾ പറയുക. ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രാസംഘത്തിലായിരുന്ന ഹസ്രത്ത് ഉമർ ഇബ്നു ഖത്താബിനെ കണ്ടുമുട്ടി. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുകയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിതാമഹന്മാരുടെ പേരിൽ സത്യം ചെയ്യുന്നത് അള്ളാഹു നിങ്ങൾ വിലക്കിയിരിക്കുന്നു. ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വിരുദ്ധമായി ചെറിയൊരു കാര്യത്തെപ്പോലും വയ്ക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. തൗഹീദ് വചനം ചൊല്ലുന്നവൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ഉബൈദുല്ലാഹ് ബിനു അദിയ് ബിനു ഖിഹാർ വിവരിക്കുന്നു, ബനു സുഹറയുടെ സഖ്യകക്ഷിയും ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തവരിൽ ഒരാളുമായ ഹസ്രത്ത് മിഖ്ദാദ് ബിൻ അംറുൽ ഖിന്ദി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായി അദ്ദേഹം അറിയിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ, യുദ്ധത്തിൽ ഞാൻ ഒരു കാഫിറുമായി ഏറ്റുമുട്ടുകയും ഞങ്ങൾ തമ്മിൽ പോരാടുകയും ചെയ്യവേ അവൻ വാളുകൊണ്ട് എൻ്റെ ഒരു കൈ വെട്ടിമാറ്റിയെന്ന് കരുതുക. ശേഷം അവനൊരു മരത്തിന് പിന്നിൽ ഒളിക്കുകയും ഞാൻ അള്ളാഹുവിന് വേണ്ടി മുസ്ലിമായി എന്ന് പറയുകയും ചെയ്താൽ കലിമ ചൊല്ലിയതിന് ശേഷം എനിക്ക് അവനെ കൊല്ലാമോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: നീ അവനെ കൊല്ലരുത്. ഹസ്രത്ത് മിഖ്ദാദ് ചോദിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, അവൻ എൻ്റെ കൈ വെട്ടിമാറ്റിയതിന് ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: നീ അവനെ കൊല്ലരുത്. കാരണം നീ അവനെ കൊലപ്പെടുത്തിയാൽ നീ അവനെ കൊല്ലുന്നതിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന പദവിയിൽ അവനെത്തും. ആ കലിമ ചൊല്ലുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്ന പദവിയിൽ നീയും എത്തും. പഴയകാല അനുചരന്മാരിൽ ആരെങ്കിലും ഇത്തരമൊരു പ്രവൃത്തി ചെയ്തപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കഠിനമായി വെറുത്തു. എന്നാൽ ഇന്നത്തെ പണ്ഡിതന്മാരുടെ അവസ്ഥ നോക്കുക. പാകിസ്ഥാനിൽ അഹമ്മദികൾ കലിമ ചൊല്ലുന്നവരായിട്ടും അവരതിക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കുന്നതിന് യാതൊരു അതിരുകളുമില്ല. ഇത്തരത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവരുടെ വിധി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിവേദനത്തിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തായാലും തീവ്രവാദികളായ മൗലവിമാരുടെ പിന്നാലെ പോകുന്നവർ ഇക്കാര്യം ആലോചിക്കേണ്ടതാണ്. പിന്നീട് ഈ വിഷയത്തിൽ ഒരു നിവേദനം ഇപ്രകാരമുണ്ട്. ഹസ്രത്ത് ഉസാമ ബിൻ സെയ്ദിൽ നിന്ന് നിവേദനം. അദ്ദേഹം പ്രസ്താവിച്ചു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരു സൈനിക ദൗത്യത്തിനായി അയച്ചു. പ്രഭാത സമയത്ത് ഞങ്ങൾ ജുഹൈന ഗോത്രത്തിൻ്റെ പ്രദേശമായ ഇർക്കാത്തിലെത്തിച്ചേർന്നു. അവിടെ ഒരാളെ ഞാൻ പിടികൂടി. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ അവനെ കുന്തം കൊണ്ട് കുത്തി. പിന്നീട് എൻ്റെ ഹൃദയത്തിൽ ഒരു വിഷമമുണ്ടായി. കാരണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും ഞാൻ അവനെ കൊന്നു. ഞാൻ ഈ കാര്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു:
അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടും നീ അവനെ കൊലപ്പെടുത്തിയോ? ഞാൻ അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവൻ ആയുധത്തെ ഭയപ്പെട്ടാണ് അപ്രകാരം ചെയ്തത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അവൻ അത് ഹൃദയത്തിൽ നിന്നാണോ പറഞ്ഞതെന്ന് അറിയാൻ നീ അവൻ്റെ ഹൃദയം പിളർന്നു നോക്കാത്തതെന്തേ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം എൻ്റെ മുമ്പിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അന്നായിരുന്നു ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നതെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് ജാബിർ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗവും നരകവും നിർബന്ധമാക്കുന്ന 2 കാര്യങ്ങൾ ഏവയാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകാഗ്നിയിൽ പ്രവേശിക്കും. മഹ്മൂദ് ബിൻ ലബീദ് പ്രസ്താവിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രസ്താവിച്ചു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. അനുചരന്മാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് ചെറിയ ശിർക്ക്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, റിയ അഥവാ പ്രകടനം. അന്ത്യനാളിൽ ജനങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുമ്പോൾ അള്ളാഹു അവരോട് ഇപ്രകാരം കൽപ്പിക്കും, ദുനിയാവിൽ വെച്ച് നിങ്ങൾ ആരെ കാണിക്കാനാണോ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾക്ക് വല്ല പ്രതിഫലവും ലഭിക്കുമോ എന്ന് നോക്കുക. ഇനി പൊറുക്കലിനെ തേടണമെങ്കിൽ അവരോട് തന്നെ തേടുക. നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കുക. അതിനാൽ ജനങ്ങളിൽ നിന്ന് വല്ല നേട്ടവും ഉണ്ടാക്കുന്നതിനായി പ്രകടനപരത കാണിക്കുന്നതും അവർക്ക് സ്തുതി പാടുന്നതും അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെ കൊണ്ടുവരുന്നതിനു തുല്യമാണ്. ഇത് അള്ളാഹുവിന് അങ്ങേയറ്റം അനിഷ്ടകരമായ ശിർക്കാകുന്നു. ഹസ്രത്ത് അബ്ദുല്ല പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ, അതായത് സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്തവർ എന്ന വചനം അവതരിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പറഞ്ഞു, ഞങ്ങളിൽ ആരാണ് അക്രമം പ്രവർത്തിക്കാത്തവരായി ഉള്ളത്? ഞങ്ങളിൽ പലരും അറിയാതെ തന്നെ അക്രമം പ്രവർത്തിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു ഇപ്രകാരം അവതരിപ്പിച്ചു, ഇന്ന ശിർക ലദുൽമുൻ അളീം, അതായത് ഷിർക്ക് എന്നത് നിശ്ചയമായും വലിയ അക്രമം തന്നെയാകുന്നു. ഷിർക്ക് വലിയ അക്രമമാണെന്നുള്ള മറുപടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്രകാരം വന്നു. അതിനാൽ അള്ളാഹുവിനെയല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നത് ഷിർക്കാകുന്നു. നമ്മളിൽ ഷിർക്കിൻ്റെ വശങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത് വലിയ അക്രമമാണ്. ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് വലിയുല്ലാഹ് ഷാ സാഹിബ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഇന്ന ഷിർക ലദുൽമുൻ അളീം, അക്രമമെന്നാൽ ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥാനത്തല്ലാതെ വെക്കുക എന്നാണ് അർത്ഥം. എല്ലാത്തരം ദുസ്വഭാവങ്ങളും നിഷിദ്ധ കാര്യങ്ങളും അക്രമമെന്ന അർത്ഥത്തിൽ ഉൾപ്പെടുന്നു. കുഫ്റുൻ ദൂന കുഫ്റിൻ എന്ന ശീർഷകത്തിന് കീഴിൽ ഷിർക്കിനെ ഏറ്റവും വലിയ കുഫ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ നിസ്സാരമായ ദുസ്വഭാവങ്ങളെയും കുഫ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സൂക്ഷ്മത. പിന്നീട് ദുൽമുൻ ദൂന ദുൽമിൻ എന്ന ശീർഷകത്തിന് കീഴിൽ ഷിർക്കിനെ ഏറ്റവും വലിയ അക്രമമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതെന്തുകൊണ്ടാണ് വലിയ പാപമാകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതകളായ ദൈവിക ഗുണങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർക്കുന്നു എന്നതാണ് അതിന് കാരണം. ആരാധന അഥവാ സ്നേഹവും അനുസരണവും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അവകാശമാണ്. അതിൽ അന്യരെ പങ്കുചേർക്കുന്നു. അള്ളാഹുവിൻ്റെ ദാസനായിത്തീരുകയും അവൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വരികയും ചെയ്ത മനുഷ്യൻ സ്വന്തം മനസ്സിൻ്റെയോ തന്നെപ്പോലെയുള്ള മനുഷ്യരുടെയോ അല്ലെങ്കിൽ താഴ്ന്ന നിലയിലുള്ളവരുടെയോ ദാസനായി മാറി തന്നെ തരം താഴ്ത്തുന്നു. സഹജീവികളുടെ അവകാശങ്ങളിൽ നടത്തുന്ന നിഷിദ്ധമായ ഇടപെടൽ എത്രത്തോളം അക്രമമാണോ അതുപോലെ തന്നെയാണിത്. അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ നടത്തുന്ന നിഷിദ്ധമായ ഇടപെടൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ അക്രമമാണ്. സഹജീവികളോടുള്ള അക്രമം ഒരു വശത്തുണ്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ ശരിയായി നിറവേറ്റാതിരിക്കുന്നതും
അക്രമമാണ്. ഷിർക്കിൽ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്ന അക്രമത്തിൻ്റെ പൊരുൾ ഇതാണ്. ഷിർക്ക് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉന്നതമായ ലക്ഷ്യത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഖുർആൻ വചനങ്ങളെയും ഹദീസിനെയും ആസ്പദമാക്കി ഇമാം ബുഖാരി വ്യക്തമാക്കുന്നത് ഷിർക്കിൻ്റെ കലർപ്പില്ലാത്ത വിശ്വാസമാണ് പൂർണ്ണമായ ഈമാൻ എന്നാണ്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അതായത് തങ്ങളുടെ വിശ്വാസത്തിൽ യാതൊരുവിധ ഷിർക്കും അക്രമവും കലർത്താത്തവർക്കാണ് പൂർണ്ണമായ സമാധാനവും സന്മാർഗവും ഉള്ളത്. ഒരു വശത്ത് സൽക്കർമ്മങ്ങളില്ലാതിരിക്കുകയും മറുവശത്ത് അത് എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും മുക്തമാവാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈമാൻ പൂർണ്ണമാവുകയില്ല. കാരണം ഷിർക്കും പാപവും എല്ലാത്തരം കുഫറുകളും അതിനെ അപൂർണമാക്കിക്കൊണ്ടിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും ഷിർക്കിൽ നിന്ന് പരിശുദ്ധമാകുന്നതിൻ്റെയും മാനദണ്ഡം ഇതാകുന്നു. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അള്ളാഹു ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ആദം പുത്രൻ എന്നെ വ്യാജനാക്കി, അത് അവന് ഉചിതമല്ലായിരുന്നു. അവൻ എന്നെ അധിക്ഷേപിച്ചു, അതും അവന് ഉചിതമല്ലായിരുന്നു. അവൻ എന്നെ വ്യാജനാക്കുക എന്നത് അള്ളാഹുവിനെ ഒരിക്കലും പുനർസൃഷ്ടിക്കുകയില്ല എന്ന അവൻ്റെ വാക്കാണ്. അതായത് പരലോകത്തെ അവൻ നിഷേധിക്കുന്നു. ഞാൻ അവനെ ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കുമെന്നിരിക്കെ ഇത് അള്ളാഹുവിനെ വ്യാജനാക്കലാണ്. അവൻ എന്നെ അധിക്ഷേപിക്കുക എന്നത് അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അവൻ്റെ വാക്കാണ്. എന്നാൽ ഞാൻ പരാശ്രയമുക്തനാകുന്നു. ഞാൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, ആരാലും ജനിക്കപ്പെട്ടിട്ടുമില്ല. എനിക്ക് തുല്യനായി ആരുമില്ല. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിക്കപ്പെട്ടവനുമല്ല. അവൻ്റെ ഗുണവിശേഷങ്ങളിൽ അവന് യാതൊരു പങ്കാളിയുമില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഒരിടത്ത് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: അള്ളാഹു പറയുന്നു, അള്ളാഹു സമദ്. എല്ലാവരും ആരെയാണോ ആശ്രയിക്കുന്നത് ആ അസ്തിത്വമാണ് അള്ളാഹു. എന്നാൽ അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ആ മഹാത്മാ പ്രസ്താവിക്കുന്നു, ഒരു വരി പോലും തികയാത്ത ഈ ചെറിയ വചനം എത്രമാത്രം ലളിതവും ഉത്തമവുമായ രീതിയിലാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം എല്ലാത്തരം പങ്കുചേർക്കലിൽ നിന്നും പരിശുദ്ധമാണെന്ന് വിവരിക്കുന്നത് എന്ന് നോക്കുക. അള്ളാഹുവിനെ എല്ലാവിധ ശിർക്കുകളിൽ നിന്നും ഇത് പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: യുക്തിപരമായ വേർതിരിക്കലിലൂടെ നോക്കിയാൽ പങ്കുചേർക്കൽ 4 വിധത്തിലുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ 4 കാര്യങ്ങളിൽ പങ്കുചേർക്കൽ സംഭവിക്കാം. ചിലപ്പോൾ എണ്ണത്തിൽ പങ്കുചേർക്കൽ ഉണ്ടാകാം, 1, 2, 3 എന്നിങ്ങനെ. ചിലപ്പോൾ അത് പദവിയിലായിരിക്കാം. ചിലരുടെ പദവി ഉയർന്നതായിരിക്കും. ചിലപ്പോൾ വംശപരമായാകാം, അതായത് കുലമഹിമയിൽ. ചിലപ്പോൾ പ്രവൃത്തിയിലും അതിൻ്റെ സ്വാധീനത്തിലുമാകാം, അതായത് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ ഫലത്തിലും. ഈ സൂറത്തിൽ ഈ 4 വിധത്തിലുള്ള പങ്കുചേർക്കലുകളിൽ നിന്നും ദൈവം പരിശുദ്ധനാണെന്ന് വിവരിക്കുകയും അത് തുറന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തൻ്റെ എണ്ണത്തിൽ ഏകനാകുന്നു, 2 or 3 അല്ല. അവൻ സമദാകുന്നു, അതായത് അസ്തിത്വത്തിൻ്റെ പദവിയിലും അനിവാര്യതയുടെ പദവിയിലും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ എന്ന നിലയിലും അവൻ ഏകനാകുന്നു. അവൻ്റെ സ്ഥാനവും അവൻ്റെ ആവശ്യകതയും മറ്റൊരാളെ ആശ്രയിക്കാത്ത അവസ്ഥയും പരിഗണിക്കുമ്പോൾ അവൻ തികച്ചും പരിശുദ്ധനും അതുല്യനുമാണ്. അവനൊഴികെ മറ്റെല്ലാ വസ്തുക്കളും നശ്വരമായ അസ്തിത്വമുള്ളവയും സ്വയം നശിക്കുന്നവയുമാണ്. എന്നാൽ അവൻ എന്നും നിലനിൽക്കുന്നവനാണ്. ആദ്യം മുതൽ ഉള്ളവനും എന്നും നിലനിൽക്കുന്നവനുമാണ്. നശ്വരമായ ലോകത്തെ എല്ലാ വസ്തുക്കളും ഓരോ നിമിഷവും അവനെയാണ് ആശ്രയിക്കുന്നത്. അവൻ ലം യലിദാകുന്നു, അതായത് അവന് മകനില്ല. മകനുള്ളതിനാൽ ഒരാൾ പങ്കാളിയായിത്തീരുന്ന അവസ്ഥ അവിടെയില്ല. അവൻ ലം യൂലദാകുന്നു, അതായത് അവന് പിതാവില്ല. പിതാവുള്ളതിനാൽ ഒരാൾ പങ്കാളിയായിത്തീരുന്ന അവസ്ഥയുമില്ല. ലം യകുൻ ലഹു കുഫുവൻ ആകുന്നു, അതായത് അവൻ്റെ പ്രവൃത്തികളിൽ അവനോട് തുല്യത പുലർത്തുന്ന ആരുമില്ല. അതിനാൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കാനാവില്ല. ഇപ്രകാരം 4 വിധത്തിലുള്ള പങ്കുചേർക്കലുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്നും അവൻ ഏകനും
പങ്കുകാരനില്ലാത്തവനുമാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അത് ആയിഷാറിലെ താലാൻഹ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഒരു സൈനിക നീക്കത്തിനായി അമീറായി നിയോഗിച്ചയച്ചു. അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരത്തിൽ ഖിറാഅത്ത് നടത്തുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് അത് അവസാനിപ്പിക്കുമായിരുന്നു. അവർ മടങ്ങി വന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണം ഇതിൽ റഹ്മാനായ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ അടങ്ങിയിരിക്കുന്നു, അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അള്ളാഹു അവനെ സ്നേഹിക്കുന്നുവെന്ന് അവനെ അറിയിക്കുക. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്നതിനാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും അവൻ്റെ ഏകത്വത്തോടുള്ള പ്രിയത്തിലും അറിവ് നിറഞ്ഞ ഉദാഹരണങ്ങൾ അനുചരന്മാരിലും കാണാം. ഹസ്രത്ത് അനസ് ഇബ്നു മാലിക് നിവേദനം ചെയ്ത ഒരു സംഭവത്തിൽ ഇപ്രകാരം പറയുന്നു, അൻസാരികളിൽപ്പെട്ട ഒരാൾ മസ്ജിദ് ഖുബായിൽ അവർക്ക് ഇമാമായി നമസ്കാരം നയിച്ചിരുന്നു. അദ്ദേഹം നമസ്കാരത്തിൽ ഏതൊരു സൂറത്ത് ഓതുകയാണെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് ആരംഭിക്കുകയും അത് പൂർത്തിയാക്കിയ ശേഷം മറ്റൊരു സൂറത്ത് കൂടി ഓതുകയും ചെയ്യുമായിരുന്നു. എല്ലാ റക്അത്തുകളിലും അദ്ദേഹം ഇപ്രകാരം ചെയ്യുമായിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സംഭവം ഒരു ദൗത്യത്തിനു പോയ സംഘത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഇതൊരു പ്രദേശത്തെ സ്ഥിരം ഇമാമിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഇതേക്കുറിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഈ സൂറത്ത് ഓതുന്നു, പിന്നീട് അത് മാത്രം മതിയെന്ന് വിചാരിക്കാതെ മറ്റൊരു സൂറത്ത് കൂടി ഓതുന്നു. ഒന്നുകിൽ നിങ്ങൾ ഈ സൂറത്ത് മാത്രം ഓതുക, അല്ലെങ്കിൽ ഇത് വിട്ട് മറ്റൊരു സൂറത്ത് ഓതുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ ഇപ്രകാരം ഇമാമായി നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ തുടരാം, അതല്ല നിങ്ങളിത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ഇമാമത്ത് ഉപേക്ഷിക്കാം. തങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായാണ് അവർ അദ്ദേഹത്തെ കരുതിയിരുന്നത്. അതിനാൽ മറ്റൊരാൾ ഇമാമത്ത് നയിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടതുമില്ല. എന്തായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഈ കാര്യം ഉണർത്തിച്ചു. എല്ലാ റക്അത്തിലും ഓരോ സൂറത്തിനു മുമ്പും അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുഹൃത്തെ, താങ്കളുടെ കൂട്ടുകാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് താങ്കളെ തടയുന്നതെന്താണ്? എല്ലാ റക്അത്തിലും ഈ സൂറത്ത് ഓതാനുള്ള പ്രേരണ എന്താണ്? മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഈ സൂറത്തിനെ സ്നേഹിക്കുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, നിശ്ചയമായും ആ സ്നേഹം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതായത് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹം താങ്കളെ സ്വർഗത്തിൽ എത്തിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ശക്തിയും ശിക്ഷണവും അനുചരന്മാരെയും തൗഹീദിൻ്റെ വഴി കാണിക്കുന്ന ദീപസ്തംഭങ്ങളാക്കി മാറ്റി. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ ഖുർആൻ്റെ 1/3 സുലുസുൽ ഖുർആനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് എഴുതിയിരിക്കുന്നു, ഈ സൂറത്ത് ഖുർആൻ്റെ 1/3 പറയുന്നതിൻ്റെ അർത്ഥം ഇത് ഖുർആൻ്റെ വലിപ്പത്തിൻ്റെ 1/3 ഭാഗമാണ് എന്നല്ല, മറിച്ച് ഇതിലെ പ്രമേയം അത്രമേൽ പ്രാധാന്യമർഹിക്കുന്നു എന്നത് മാത്രമാണ്. ഖുർആൻ കരീമും ഹദീസുകളും വായിക്കുമ്പോൾ അവസാന കാലഘട്ടത്തിൽ 2 വലിയ ഫിത്നകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ഒന്ന് ദജ്ജാലിൻ്റെ ഫിത്നയും രണ്ടാമത്തേത് യജൂജ് മൗജൂദിൻ്റെ ഫിത്നയുമാണ്. ഈ 2 ഫിത്നകളും ഒന്നിനു പുറകെ ഒന്നായി ഇസ്ലാമിനെ നേരിടേണ്ടതുണ്ട്. ഒരു ഫിത്ന ഏകദൈവത്തിന് പകരം ത്രിത്വവിശ്വാസവുമായി, അതായത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഫിത്ന ദൈവനിഷേധത്തിൻ്റെതാണ്, നാസ്തികതയുടേതാണ്. അതായത് അവർ ദൈവത്തെ പാടെ നിഷേധിക്കുന്നു. ഖുർആൻ ഈ 2 ഫിത്നകളുടെയും വിശ്വാസങ്ങളെ ഖണ്ഡിക്കുകയും ശരിയായ വിശ്വാസങ്ങളെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പിതാവായ അള്ളാഹുവിൻ്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ പിതാവായ അള്ളാഹുവിൻ്റെ രക്ഷിതാവായ അവസ്ഥയെയും ഏകത്വത്തെയും അത് പിന്താങ്ങുന്നു. അതായത് ഏകദൈവമായ അള്ളാഹുവിൻ്റെ സ്തുതിയാണത്. അവൻ ഏകനാണെന്നതിനെ ഖുർആൻ കരീം പിന്താങ്ങുന്നു.
പരിശുദ്ധാത്മാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും ഖുർആൻ കഠിനമായി നിഷേധിക്കുന്നു. അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങൾ ഉണ്ടെന്നതിനെ അള്ളാഹു നിഷേധിക്കുന്നു. ചുരുക്കത്തിൽ ഖുർആൻ പിതാവായ ദൈവത്തിൻ്റെ ഉലൂഹിയത്ത് സ്ഥാപിക്കുകയും പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരുടെ ദൈവികതയെ ഗണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ പിതാവായ ദൈവത്തിൻ്റെ ഏകത്വത്തെ പിന്താങ്ങുന്നത് ഖുർആൻ്റെ 1/3 ഭാഗമായതിനാൽ സൂറത്തുൽ ഇഖ്ലാസും ഖുർആൻ്റെ 1/3 എന്നത് വ്യക്തമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ദൗത്യം തൗഹീദ് സ്ഥാപിക്കലും തെറ്റായ വിശ്വാസങ്ങളെ ഇല്ലാതാക്കലുമാണ്. അതിനാൽ തെറ്റായ വിശ്വാസങ്ങളെ തകർക്കുന്നതും സത്യമായ ഏകത്വത്തെ വിവരിക്കുന്നതുമായ പ്രമേയം അങ്ങേയറ്റം സംക്ഷിപ്തവും സമഗ്രവുമായ വാക്കുകളിൽ ഈ സൂറത്ത് നിർവഹിച്ചപ്പോൾ ഇത് ഖുർആൻ്റെ 1/3 എന്നല്ല, മറിച്ച് മുഴുവൻ ഖുർആന് തുല്യമായി മാറുകയുണ്ടായി. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ ഖുർആൻ്റെ 1/3 പ്രഖ്യാപിച്ചത് ഒരു അതിശയോക്തിയല്ല, മറിച്ച് ഇതിലെ പ്രമേയത്തിൻ്റെ പ്രാധാന്യം മുൻനിർത്തി പ്രസ്താവിച്ചതാണ്. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, തീർച്ചയായും മനസ്സിലാക്കുക, യഥാർത്ഥ ഏകദൈവ വിശ്വാസം പ്രവാചകൻ വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ നിരീശ്വരവാദികൾക്കും വ്യാജമതവാദികൾക്കും ആയിരക്കണക്കിന് വാനലോക അടയാളങ്ങൾ കാണിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാക്കി മാറ്റിയതുപോലെ ഇപ്പോഴും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായും പൂർണ്ണമായും പിന്തുടരുന്നവർ അത്തരം അടയാളങ്ങൾ നിരീശ്വരവാദികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവസുറ്റ ശക്തികൾ മനുഷ്യൻ ദർശിക്കാത്ത പക്ഷം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് പുറത്തു പോവുകയില്ല എന്നതും അവൻ്റെ ഹൃദയത്തിൽ സത്യമായ ഏകദൈവ വിശ്വാസം പ്രവേശിക്കുകയില്ല എന്നതും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവന് ഉറപ്പായ ബോധ്യമുണ്ടാവുകയില്ല എന്നതും സത്യമായ കാര്യമാണ്. ഈ പരിശുദ്ധവും പൂർണ്ണവുമായ ഏകദൈവ വിശ്വാസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമാണ് ലഭിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രായോഗികമായി അള്ളാഹുവിനെ ഏകനായി കരുതുന്നവരും തങ്ങൾ അള്ളാഹുവിനെ ഏകനായി കാണുന്നു എന്ന് പുറമെ പറയുന്നവരും ഇതിൽ നിന്ന് കണ്ണുചിമ്മി കളഞ്ഞിരിക്കുകയാണ്. യാജൂജ് മാജൂജ് ദജ്ജാൽ എന്നിവരുടെ ഫിത്നകൾ വ്യത്യസ്തവും പുറമെയുള്ളതുമായ കുഴപ്പങ്ങളാണ്. മുസ്ലിങ്ങൾക്കിടയിലും യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ബാക്കിയായിട്ടില്ല. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസൻ വാഗ്ദത്ത മസീഹും പ്രതിശ്രുത മഹദിയുമായി വരേണ്ടതുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാനപ്രകാരം അദ്ദേഹം വരികയും ഏകദൈവ വിശ്വാസത്തിനെതിരെയുള്ള ഓരോ ആക്രമണത്തെയും പ്രതിരോധിക്കുകയും ചെയ്തു. അതിനാൽ നാം യഥാർത്ഥ ഏകദൈവ വിശ്വാസികളാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ബയ്യത്തിൻ്റെ അവകാശം നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാർച്ച് 23 അദ്ദേഹം തൻ്റെ ജമാഅത്തിന് അടിത്തറയിട്ടു. നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാർച്ച് മാസത്തിലൂടെയാണ്. മാർച്ച് 23 നാം മസിമോദിന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. അള്ളാഹു തൻ്റെ വാഗ്ദാനപ്രകാരം അയച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസൻ ഏകദൈവ വിശ്വാസത്തിൻ്റെ സംസ്ഥാപനത്തിനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ അദ്ദേഹം ജമാഅത്ത് സ്ഥാപിച്ചപ്പോൾ ബയ്യത്തിൽ പ്രവേശിച്ചുകൊണ്ട് നാം എപ്പോഴും ഏകദൈവ വിശ്വാസത്തിൽ നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നാം ഓരോരുത്തരും സ്വന്തം ഉള്ളിലും തൻ്റെ കുടുംബത്തിലും തൻ്റെ സമൂഹത്തിലും ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമേ ഏകദൈവ വിശ്വാസത്തോടുള്ള നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അയച്ച വ്യക്തിയെ അംഗീകരിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാനും ഇന്ന് അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന യാജൂജ് മാജൂജ് ദജ്ജാൽ എന്നിവരുടെ കുഴപ്പങ്ങളെ തകർക്കാനും അള്ളാഹു എല്ലാ മുസ്ലിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ നിശാപ്രയാണം സംബന്ധിച്ച ഒരു നിവേദനം ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, എനിക്ക് ഇസ്രാ ഉണ്ടായ രാത്രിയിൽ ഞാൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭാഗത്തു നിന്നും താങ്കളുടെ ഉമ്മത്തിന് സലാം പറയുക.
സ്വർഗം പരിശുദ്ധമായ മണ്ണുള്ളതും മധുരജലമുള്ളതും വിശാലമായ മൈതാനവുമാണെന്ന് അവരറിയിക്കുക. അതിലെ ചെടികൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നിവയാണെന്ന് അവരോട് പറയുക. അതിനാൽ ഒരു സത്യവിശ്വാസി ഈ ദിക്റുകൾ അതിൻ്റെ ആഴത്തിലിറങ്ങിച്ചെന്ന് അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണമായി തിരിച്ചറിവ് നേടിക്കൊണ്ട് നിർവഹിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. നാം അള്ളാഹുവിനെ ഏകനും അദ്വിതീയനുമായി കരുതുന്നു. ഒരു ഖുദ്സിയായ ഹദീസിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ഹസ്രത്ത് അനസ് ഇബ്നു മാലിക് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടു. അള്ളാഹു ഇപ്രകാരം അരുളി: ഓ ആദം സന്തതികളെ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്ത കാലത്തോളം നിന്റെ ഉള്ളിലുള്ള കുറവുകൾ പരിഗണിക്കാതെ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അതിൽ ഞാൻ യാതൊരു വിവേചനവും കാണിക്കുകയില്ല. അതായത് നിന്റെ ഉള്ളിൽ എപ്പോഴും ബലഹീനതകളും കുറവുകളും ഉണ്ടായിരിക്കാം. എങ്കിലും നീ എന്നോട് പ്രാർത്ഥിക്കുന്നതിനാൽ ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. ഓ ആദം സന്തതികളെ, നിന്റെ പാപങ്ങൾ ആകാശത്തിൻ്റെ ഉയരത്തോളം എത്തിയാലും നീ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് നൽകും. അതിൽ ഞാൻ ഒരു പരിഗണനയും കാണിക്കുകയില്ല. ഞാൻ മാപ്പ് നൽകാൻ എത്ര പാപങ്ങളുണ്ടെങ്കിലും അത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ സർവാധിപനാണ്, അവന് മാപ്പ് നൽകാൻ സാധിക്കും. അള്ളാഹു പ്രസ്താവിക്കുന്നു: ഓ ആദം സന്തതികളെ, നീ ഭൂമിയോളം തെറ്റുകളുമായി എൻ്റെ അടുക്കൽ വരികയും എന്നാൽ എന്നിൽ മറ്റാരെയും പങ്കുചേർക്കാത്ത അവസ്ഥയിൽ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ അതിന് തുല്യമായ പാപമോചനവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ഭൂമിയോളം തെറ്റുകളും പാപങ്ങളും ഉണ്ടായാലും ചെറുക്ക് ചെയ്യാതിരിക്കുകയും എന്നെ ഭയപ്പെടുകയും എൻ്റെ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് പാപമോചനം നൽകും, മാപ്പ് നൽകും. മനുഷ്യൻ അല്ലാഹുവിൻ്റെ സന്നിധിയിൽ വിനീതനായി ചെല്ലുമ്പോൾ അവൻ എല്ലാ തെറ്റുകളും പാപങ്ങളും മാപ്പാക്കുന്നു. എന്നാൽ ശിർക്ക് ചെയ്തിരിക്കരുത് എന്നതാണ് നിബന്ധന. ഏകദൈവ വിശ്വാസത്തോടുള്ള നീതി പുലർത്തുക എന്നതും അനിവാര്യമാണ്. കേവലം വിശ്വസിക്കുന്നത് മാത്രം മതിയാവില്ലെന്ന് ഞാൻ മുമ്പേ ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു ഏകനാണെന്ന് തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉന്നതമായ പദവിയെക്കുറിച്ച് ഒരു നിവേദനം ഇപ്രകാരമാണ്. ഹസ്രത്ത് അബൂ സയ്യിദ് ഖുദ്രി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഹസ്രത്ത് മൂസാ നബി ഇപ്രകാരം അപേക്ഷിച്ചു: എൻ്റെ രക്ഷിതാവേ, എനിക്ക് നിന്നെ സ്മരിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും സാധിക്കുന്ന എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ അള്ളാഹു അരുളി: ഓ മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഹസ്രത്ത് മൂസാ നബി അപേക്ഷിച്ചു: എൻ്റെ ദൈവമേ, നിന്റെ എല്ലാ ദാസന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹു വീണ്ടും അരുളി: നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയുക. ഹസ്രത്ത് മൂസ പറഞ്ഞു: നിനക്ക് പുറമേ മറ്റൊരു ആരാധനക്കർഹനുമില്ല. എൻ്റെ രക്ഷിതാവേ, എനിക്ക് മാത്രമായി സവിശേഷമായ എന്തെങ്കിലും കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹു അരുളി: ഓ മൂസ, 7 ആകാശങ്ങളും അതിൽ വസിക്കുന്നവരും 7 ഭൂമികളും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം മറ്റൊരു തട്ടിലും വെക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമുള്ള തട്ട് താഴ്ന്നിരിക്കും. അതായത് ആകാശഭൂമികളിലുള്ള സർവ്വചരാചരങ്ങളെയും ജനവാസങ്ങളെയും നന്മകളെയും ഒരു വശത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ മറുവശത്തും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തട്ടിനായിരിക്കും കൂടുതൽ മുൻതൂക്കം. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരാക്ഷേപത്തിനുള്ള മറുപടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിക്കുന്നു. ഹസ്രത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. ഇത് പറയുന്നതിലൂടെ പാപങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്നത് തികച്ചും സത്യമാണ്. അള്ളാഹുവിനെ ഏകനും പങ്കുകാരനില്ലാത്തവനുമായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആ ഏകനായ ദൈവം തന്നെയാണ് അയച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ വചനത്തിലായിട്ടാണ് അതിൻ്റെ അന്ത്യമെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും. ആകാശത്തിന് താഴെ
ഒരാളുടെയും ആത്മഹത്യയിലൂടെ മോക്ഷം ലഭിക്കുകയില്ല, ഒരിക്കലുമില്ല. അത്തരത്തിൽ ചിന്തിക്കുന്നവനേക്കാൾ വലിയ ഭ്രാന്തൻ മറ്റാരുണ്ട്? എന്നാൽ അള്ളാഹുവിനെ ഏകനും അദ്വിതീയനുമായി കരുതുന്നതും ലോകത്തെ വഴിപിഴച്ച അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ അള്ളാഹു തൻ്റെ റസൂലിനെ അയച്ചു എന്ന് വിശ്വസിക്കുന്നതും, ആ റസൂലിൻ്റെ നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ഒരുവൻ്റെ ആത്മാവിൻ്റെ അന്ധകാരം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം ദൃഢമാകുന്നതോടെ ദേഹേച്ഛ നീങ്ങി അവിടെ ഏകദൈവ വിശ്വാസം സ്ഥാനം പിടിക്കുന്നു. ഒടുവിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അതിശക്തമായ ആവേശം ഹൃദയത്തെ കീഴടക്കുകയും ഈ ലോകത്ത് തന്നെ സ്വർഗീയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. പ്രകാശം വരുമ്പോൾ ഇരുട്ട് നിലനിൽക്കുകയില്ല എന്ന് നിങ്ങൾ കാണുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ പതിക്കുമ്പോൾ ദേഹേച്ഛയുടെ അന്ധകാര വികാരങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അനുസരണക്കേട് കലർന്ന വികാരങ്ങളുടെ കോലാഹലം അല്ലാതെ പാപത്തിന് മറ്റൊരു യാഥാർത്ഥ്യവുമില്ല. അപ്പോൾ ദേഹേച്ഛകൾ മൂർച്ഛമാകുന്നു. ഈ വികാരങ്ങൾക്ക് കീഴ്പ്പെടുമ്പോഴാണ് ഒരാൾ പാപി എന്ന് വിളിക്കപ്പെടുന്നത്. ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അയാൾ പാപിയായി മാറുന്നു. അറബി ഭാഷയുടെ പ്രയോഗമനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം ലാ മത്ലൂബലി വല മഹ്ബൂബലി വല മഅബൂദലി വല മതാഅലി ഇല്ലല്ലാ എന്നാണ്. അതായത് അല്ലാഹു അല്ലാതെ എനിക്ക് മറ്റൊരു ലക്ഷ്യമില്ല, മറ്റൊരു പ്രിയതമനില്ല, മറ്റൊരു ആരാധ്യനില്ല, ഞാൻ പിന്തുടരുന്ന മറ്റൊരു സമ്പാദ്യവുമില്ല. ഈ അർത്ഥം പാപത്തിൻ്റെ യാഥാർത്ഥ്യത്തിനും അതിൻ്റെ ഉറവിടത്തിനും തികച്ചും വിപരീതമാണെന്ന് വ്യക്തമാണല്ലോ. അതിനാൽ ആരെങ്കിലും ഈ അർത്ഥങ്ങൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഇതിന് സ്വന്തം ഹൃദയത്തിൽ സ്ഥാനം നൽകിയാൽ തീർച്ചയായും ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകും. മറ്റൊരു കാര്യവും അവൻ്റെ ഉള്ളിൽ അവശേഷിക്കുകയില്ല. കാരണം അവൻ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അവൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരേ സ്ഥലത്ത് ഒത്തുചേരുകയില്ലല്ലോ. വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരുമിക്കുകയില്ല. അതിനാൽ ദേഹേച്ഛയുടെ വികാരങ്ങൾ പുറത്തുപോയാൽ ആ അവസ്ഥയെയാണ് യഥാർത്ഥ പരിശുദ്ധിയെന്നും യഥാർത്ഥ നീതിയെന്നും വിളിക്കുന്നത്. അള്ളാഹു അയച്ച ആളുകളിൽ വിശ്വസിക്കുക എന്നത് വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വാസം ലഭിക്കുന്നതിനാണ് ഇതിൻ്റെ ആവശ്യം. താൻ അള്ളാഹുവിൻ്റെ അനുസരണയുള്ള ദാസനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളിൽ വിശ്വസിക്കലും അനിവാര്യമാണ്. ആർ മുഖേനയാണോ ലോകത്ത് ഈ കൽപ്പനകൾ വന്നത്, അതായത് ആർ മുഖേനയാണോ അള്ളാഹു നമുക്ക് സന്ദേശം അയച്ചത്, അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ വിശ്വസിക്കുക എന്നത് സാധ്യമല്ല. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കലും അനിവാര്യമാണ്. ഇതാണ് കലിമയുടെ യാഥാർത്ഥ്യം. ഹദരത്ത് അബൂ മൂസ അശ്അരി നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: ശിർക്കിനെ സൂക്ഷിക്കുക, അത് ഉറുമ്പിൻ്റെ കാൽപ്പാടുകളെക്കാളും സൂക്ഷ്മമാണ്. അതായത് ഉറുമ്പിൻ്റെ പാദത്തേക്കാൾ സൂക്ഷ്മമാണ് ശിർക്ക്. അപ്പോൾ ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഉറുമ്പിൻ്റെ കാൽപ്പാടുകളേക്കാൾ സൂക്ഷ്മമായ ഇതിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക: അല്ലാഹുമ്മ ഇന്നാ നഊസു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലംഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും നിന്റെ അഭയം തേടുന്നു. അറിയാതെ സംഭവിക്കുന്നതിൽ നിന്നുള്ള പാപമോചനവും നിന്നോട് ചോദിക്കുന്നു. എപ്പോഴും സഹായം തേടിക്കൊണ്ടിരിക്കുക. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നിബിധങ്ങൾ പ്രസ്താവിക്കുന്നു:
ഇസ്ലാമിൻ്റെ പ്രകൃതിയിലും ഏകത വിശ്വാസമാകുന്ന കലിമത്തുൽ ഇഖ്ലാസിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മയുടെ ദീനിലും സത്യവിശ്വാസിയായ മുസ്ലിമായിരുന്ന നമ്മുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ ചര്യയിലും നാം പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റാലുടൻ ഇത് സ്മരിക്കുക. എപ്പോഴും ആദ്യം അള്ളാഹുവിനെ സ്മരിക്കുക. ഹസ്രത്ത് അബ്ദുല്ലാ ഇബ്ൻ മസ്ഊദ് നിവേദനം ചെയ്യുന്നു, സന്ധ്യാസമയമാകുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: നമ്മളും സർവ്വലോകങ്ങളും അള്ളാഹുവിനായി സന്ധ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാരാധനാലയവുമില്ല. അവനേകനാണ്. അവന് യാതൊരു പങ്കുകാരനുമില്ല. ഹസ്രത്ത് അബ്ദുല്ലാ ഇബ്നു ബുറൈദത്തുൽ അസ്ലമി തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അദ്ദേഹം ഇപ്രകാരം പറയുകയായിരുന്നു: അള്ളാഹുവേ, നീ തന്നെയാണ് അള്ളാഹുവെന്നും നിനക്കല്ലാതെ മറ്റാർക്കും ആരാധനയ്ക്ക് അർഹതയില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നീ ഏകനാകുന്നു, അനാശ്രയനാകുന്നു. നീ ആരെയും ജനിപ്പിച്ചിട്ടില്ല, ആരാലും ജനിക്കപ്പെട്ടിട്ടുമില്ല. നിനക്ക് തുല്യനായ ആരുമില്ല. ഈ വചനങ്ങളിലൂടെ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ്. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ഇസ്മുൽ അസമിനാൽ അപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയും അതുകൊണ്ട് ചോദിച്ചാൽ അത് നൽകപ്പെടുകയും ചെയ്യും. ഹസ്രത്ത് അസ്മാ ബിൻ ഉമൈസിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പ്രസ്താവിച്ചു: പ്രയാസങ്ങളുടെയും വിപത്തുകളുടെയും സമയത്ത് ചൊല്ലാനായി ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ആ വചനങ്ങൾ ഇവയാണ്: അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അള്ളാഹു എൻ്റെ രക്ഷിതാവാകുന്നു, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. പ്രയാസങ്ങളിൽ എന്ത് ചൊല്ലണമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അത്തരം പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഒരു നിവേദനത്തിൽ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: പരിഭ്രാന്തി ഉണ്ടാകുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അളീം. മഹാനും സഹനശീലനുമായ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധനാലയനുമില്ല. ആകാശഭൂമികളുടെ രക്ഷിതാവും മഹത്തായ അർശിൻ്റെ നാഥനുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനാലയനുമില്ല. എത്ര സൂക്ഷ്മമായാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ഒരു നിവേദനത്തിൽ അബൂ റംസ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: എൻ്റെ പിതാവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു, അങ്ങയുടെ മുതുകിലുള്ള ആ മുദ്ര എനിക്ക് കാണിച്ചു തന്നാലും, കാരണം ഞാൻ ഒരു വൈദ്യനാണ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു: യഥാർത്ഥ വൈദ്യൻ അല്ലാഹു ആകുന്നു. നീ ഒരു സഹായി മാത്രമാണ്, രോഗിക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നവൻ. വൈദ്യൻ അവനെ പടച്ചവൻ തന്നെയാണ്. അവൻ തന്നെയാണ് അവന് ശിഫ നൽകുന്നവനും. ഹസ്രത്ത് ഉബാദ ബിൻ സ്വാമിത്ത് പ്രസ്താവിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ദാസനും ദൂതനുമാണെന്നും ഈസ അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ ദാസിയുടെ പുത്രനുമാണെന്നും മറിയമിലേക്ക് അവന് നൽകിയ അവൻ്റെ വചനവും അവനിൽ നിന്നുള്ള ആത്മാവുമാണെന്നും സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും ആര് സാക്ഷ്യം വഹിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ തനിക്കിഷ്ടമുള്ളതിലൂടെ പ്രവേശിപ്പിക്കും. ഉമൈർ ഇബ്നു ഹാനി ഇതേ പരമ്പരയിലൂടെ ഈ നിവേദനം സ്ഥിരീകരിക്കുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചത്, അയാളുടെ കർമ്മം എന്തു തന്നെയായാലും അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്.
8 കവാടങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഈ രണ്ടാമത്തെ നിവേദനത്തിലില്ല. ഹസ്രത്ത് ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഇസ്ലാം 5 കാര്യങ്ങളിന്മേലാണ് സ്ഥാപിതമായിരിക്കുന്നത്: അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ മറ്റെല്ലാ ദൈവങ്ങളെയും നിഷേധിക്കുക, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, സകാത്ത് നൽകുക, ബൈത്തുല്ലായിൽ ഹജ്ജ് കർമ്മം ചെയ്യുക, റമദാനിലെ വ്രതമനുഷ്ഠിക്കുക. മുഹാജിറായ വനിതകളിൽപ്പെട്ട ഹസ്രത്ത് യുസൈറയിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, സ്ത്രീകളായ നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തഖ്ദീസും നിർവഹിക്കൽ നിർബന്ധമാണ്. അശ്രദ്ധ കാണിക്കരുത്, അതിൻ്റെ ഫലമായി നിങ്ങൾ തൗഹീദ് മറന്നുപോയേക്കാം. വിരലുകളിൽ എണ്ണി സ്തുതികൾ ചൊല്ലുക, കാരണം അന്ത്യദിനത്തിൽ വിരലുകളോട് ചോദിക്കപ്പെടുകയും അവ സംസാരിക്കുകയും ചെയ്യും. അതായത് എണ്ണിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുകയും അവൻ്റെ പരിശുദ്ധിയും ഏകത്വവും പ്രകീർത്തിക്കുകയും ചെയ്യുക. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിലും സദസ്സിലും സമൂഹത്തിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മഹത്വത്തെയും കുറിച്ച് ഉപദേശിക്കാനും അത് ഉമ്മത്തിൻ്റെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാനുമുള്ള ഒരു അവസരവും പാഴാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ മുസ്ലിം മൗദ് ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇക്കാര്യത്തിൽ അത്രമേൽ ആവേശമുണ്ടായിരുന്നു. അവിടുത്തെ ശത്രുക്കൾ പോലും അത് സമ്മതിച്ചിരുന്നു. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചിരുന്നത്. ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ എഴുതുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും എനിക്ക് അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത കാണാൻ സാധിക്കുന്നുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ മറ്റൊരു വ്യക്തിയിലും ഞാൻ അത് കണ്ടിട്ടില്ല. അത് ഇതാണ്: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ചത് മുതൽ മരണം വരെ ഒരേയൊരു വാക്ക് മാത്രമാണ് തിരുമേനിയുടെ നാവിലുണ്ടായിരുന്നത്. അത് അള്ളാഹു എന്ന വാക്കാണ്. അള്ളാഹുവിനെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തണമെന്നും അംഗീകരിപ്പിക്കണമെന്നുമുള്ള ഒരു തീവ്രമായ ലക്ഷ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നു. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നതിനെ ഉന്മാദം എന്ന് വിളിക്കുന്നവർ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനമായ ജോലി അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അംഗീകരിപ്പിക്കുക എന്നതായിരുന്നുവെന്ന് സമ്മതിക്കുന്നു. ഈ ഉന്മാദം കാരണമാണ് പിൽക്കാലത്തുള്ളവർ നിബിതങ്ങളെ ഒരു പൂർണ്ണ മനുഷ്യനായി കണക്കാക്കിയത്. പൂർണ്ണ മനുഷ്യനായി കണക്കാക്കിയില്ലെന്ന് ഒരിക്കലും കുറഞ്ഞപക്ഷം രാപ്പകൽ അള്ളാഹുവിനെ സ്മരിക്കുകയും അവൻ്റെ ഏകത്വവും ഗുണഗണങ്ങളും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ മോശക്കാരനാവില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ലോകത്തേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം ശിർക്കില്ലാതാക്കുക എന്നതും അള്ളാഹുവിൻ്റെ ഏകത്വം ലോകത്ത് പ്രചരിപ്പിക്കുക എന്നതുമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മുസ്ലിം മൗദ് ഒരിടത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി എത്ര ഉയർന്നതാണെങ്കിലും നമുക്ക് നിബിതങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടായാലും അള്ളാഹുവിൻ്റെ പദവി നിബിതങ്ങളുടെ പദവിയേക്കാൾ വളരെ മുകളിലാണെന്ന കാര്യം ഓർക്കണം. അള്ളാഹു ആദിയും അനന്തനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ പദവിക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സ്ഥാനം നൽകുന്നത് നിബിതങ്ങളോട് ചെയ്യുന്ന ശത്രുതയായിരിക്കും. കാരണം അള്ളാഹുവിനേക്കാൾ വലിയൊരു സ്ഥാനം തനിക്ക് നൽകുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന് മുമ്പ് വിവരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. നിബിതങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങളെല്ലാം മനുഷ്യസാധ്യമായതിലും അപ്പുറമായിരുന്നു. അതെല്ലാം അള്ളാഹുവിൻ്റെ ശക്തിയാൽ മാത്രം നടന്നതാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് അവിടുന്ന് വലിയ വേദന അനുഭവിച്ചിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു: മരണസമയത്ത് കൂടുതൽ വേദന അനുഭവിക്കുന്നവർ നല്ല മനുഷ്യരല്ലെന്ന് ഞാൻ മുമ്പ് കരുതിയിരുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ
എനിക്കെൻ്റെ അഭിപ്രായം മാറ്റേണ്ടി വന്നു. ആ കഠിനമായ വേദനയുടെ സമയത്തും അള്ളാഹുവിൻ്റെ പദവിയെക്കുറിച്ച് നബിതങ്ങൾക്ക് വലിയ ചിന്തയുണ്ടായിരുന്നു. തൻ്റെ അനുയായികൾക്ക് തന്നോട് വലിയ സ്നേഹമുള്ളതിനാൽ തൻ്റെ പദവിയുടെ കാര്യത്തിൽ അവർ അതിര് കടക്കാൻ സാധ്യതയുണ്ടെന്ന് നബിതങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ വേദനയ്ക്കിടയിലും നബിതങ്ങളുടെ നാവിൽ നിന്ന് ഇപ്രകാരം വാക്കുകൾ പുറപ്പെട്ടുകൊണ്ടിരുന്നു: തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കിയ യഹൂദികളെയും നസ്രാണികളെയും അള്ളാഹു ശപിക്കട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ തൻ്റെ ജനതയ്ക്ക് നിബിതങ്ങൾ നൽകിയ അവസാനത്തെ പാഠം എനിക്ക് മുശ്രിക്കുകളുടേതായ സ്ഥാനം നൽകരുത് എന്നതായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ അതിൽ സന്തോഷിക്കില്ലെന്നും മറിച്ച് എൻ്റെ ആത്മാവ് അങ്ങനെയുള്ളവരെ ശപിക്കുമെന്നും നിബിതങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായാലും അള്ളാഹുവിൻ്റെ പദവിക്ക് കുറവ് വരുത്തുന്ന തരത്തിലുള്ള ഒരു സ്ഥാനം നിബിതങ്ങളിലേക്ക് ചേർക്കുന്നത് നിബിതങ്ങൾക്ക് സന്തോഷകരമല്ല. മറിച്ച് അപ്രകാരം ചെയ്യുന്നവർക്ക് മേൽ നിബിതങ്ങളുടെ ശാപമുണ്ടാകും. മരണസമയത്തുള്ള ശാപം എന്നത് സത്യമതം പിന്തുടരാത്തവർ പോലും, ഉദാഹരണത്തിന് ഹിന്ദുക്കൾ, മരണസമയത്തുള്ള ശാപത്തെ ഭയപ്പെടുന്നു. മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരുടെ ശാപം കിട്ടുമോ എന്ന് ആളുകൾ ഭയക്കാറുണ്ട്. എന്നാൽ സകല പ്രവാചകന്മാരുടെയും നേതാവായ അള്ളാഹുവിൻ്റെ ദൂതൻ മരണസമയത്ത് ഇപ്രകാരം ശപിക്കുമ്പോൾ അതിനെത്രമാത്രം ഗൗരവമുണ്ടായിരിക്കണം. അതെത്ര വലിയ ശാപമാണ്. ഇതിൽ നിന്ന് നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയിലല്ലെങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പീറുമാരുടെയും ഫക്കീർമാരുടെയും മക്ബറകളിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അനുസരിച്ച് അത് ശപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിക്കുന്നവരായ നാം തൗഹീദിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദന മനസ്സിലാക്കി അതിനായി പൂർണ്ണമായി പരിശ്രമിച്ച് യഥാർത്ഥ മുവഹിദുകളായി മാറണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യുദ്ധ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. ഫലസ്തീൻ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇസ്രായേൽ പ്രസിഡന്റ് പ്രസ്താവിച്ചതുപോലെ ഈ മേഖലയുടെയും അറബ് രാജ്യങ്ങളുടെയും ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ ശക്തികൾ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് മുസ്ലിം ലോകം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒന്നിച്ചു നിൽക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള അനുരഞ്ജനത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി കേൾക്കുന്നു. അറബ് രാജ്യങ്ങൾക്കും ഇതിനിടയിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു ശ്രമം നടത്തുന്നത്. എന്നാൽ ഇതിനെ ചൊല്ലി ഇറാനിലെ ചില കേന്ദ്രങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്കൻ സൈനികർക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നും അവരെ സഹായിക്കുന്നുണ്ടെന്നും ഇറാനിലെ ചില വിദ്യാസമ്പന്നരും നിരീക്ഷകരും ആരോപിക്കുന്നു. എന്നാൽ ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ ഒരിക്കലും പരസ്പരം സഹായിക്കാതിരിക്കാൻ ശത്രുക്കൾ ഈ സാഹചര്യം മുതലെടുത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രാർത്ഥനകൾ അനിവാര്യമാണ്. പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളെ ഐക്യത്തിൻ്റെ ചരടിൽ കോർത്തിണക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر